ചെറുപുഴ ജോസ്ഗിരി മരുത്തും തട്ടി വനാതിർത്തി മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം നാട്ടുകാർക്ക് ഭീഷണിയായി മാറുന്നു. 2 സംഘങ്ങളായാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആക്രമണത്തിൽ കാട്ടാന ഷെഡ് തകർക്കുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. പുല്ലു ചെത്താൻ പോയ നാട്ടുകാർ ആനക്കൂട്ടത്തിന്റെ മുന്നിൽപ്പെട്ടെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പൂച്ചാലിൽ ജോസിന്റെ പുരയിടത്തിൽ കയറിയാണ് കാട്ടാനകൾ ഷെഡ് പൂർണ്ണമായും തകർത്തത്. മണിക്കൂറുകൾ നീണ്ട ഭീതിക്കൊടുവിൽ വൈകിയ ശേഷമാണ് ആനക്കൂട്ടം കൃഷിയിടം വിട്ട് കർണാടക വനമേഖലയിലേക്ക് പിൻവാങ്ങിയത്. എന്നാൽ രാത്രിയിലും ആനകൾ അതിർത്തി മേഖലയിലുണ്ടായിരുന്നു. വീണ്ടും ജനവാസത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ഇതിനു മുൻപ് ഈ പ്രദേശത്തെ വീട്ടുകിണറ്റിൽ വീണ് ഒരു കാട്ടാനക്കുട്ടി ചത്തിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളിയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലീന മാങ്കൂട്ടത്തിൽ, റോഷി ജോസ, ബിജി കെ ജോൺ, ഷൈമ ജനു, ബിജി കെ ജോൺ എന്നിവർ പ്രദേശം സന്ദർശിച്ചു.